എല്ലാവരും അല്പനിമിഷം തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിച്ചാണ്. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിപ്പാൻ, ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ അടുത്ത് വന്നിരിക്കുന്നല്ലോ. പരിശുദ്ധ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാവിലെ ദൈവം നമ്മെ നനയ്ക്കുവാൻ അല്പനിമിഷം നമ്മെ ദൈവകരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വിശ്വസ്തനാണ്. ദൈവം വലിയവനായ കർത്താവാണ്. സകലത്തിന്റെയും ഉടയവനും സകലത്തിന്റെയും സൃഷ്ടിതാവുമായ കർത്താവാണ്. ഇന്ന് രാവിലെ കാല ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, എല്ലാവരും അല്പനിമിഷം ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഇന്ന് രാവിലെ കാലം നമ്മോട് ഇടപെടുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാവിലെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഇന്ന് പകൽക്കാലം നാം മറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എല്ലാവർക്കും ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മുടെ അപേക്ഷ കേട്ട്, നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ യാചനയുടെ ശബ്ദം കേട്ട് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാസ്തവമായി ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിപ്പാൻ മറ്റെന്തിനേക്കാളും ഉപരിയായി, ഹല്ലേലൂയ, സ്തോത്രം, മറ്റെന്തിനേക്കാളും ഉപരിയായി ഇന്ന് രാവിലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് അനുഭവിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മെസ്സിയാവ് കണ്ട ദർശനം പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു, യെശയ്യാവ് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, സാറാഫുകൾ ഹല്ലേലൂയ പറന്ന്, രണ്ടുകൊണ്ട് പാദം മറച്ച് രണ്ടുകൊണ്ട് പറന്ന് അത്യുന്നതൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ ആർക്കുന്ന ശബ്ദം, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ സറാഫുകൾ ആരാധിക്കുന്ന ദൂതന്മാരെ ഇന്ന് രാവിലെ നമുക്ക് ആരാധിപ്പാൻ, ആരാധന കഴിഞ്ഞപ്പോൾ യെശയ്യാവ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുന്നു എന്ന് യെശയ്യാവ് പറഞ്ഞു. എങ്കിൽ ഇന്ന് പകൽക്കാലം ആരാധന കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാപബോധവും ദൈവത്തിന്റെ സാന്നിധ്യവും അനുഭവിപ്പാൻ നമ്മെ ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാമോ? എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ, ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം ഇന്ന് രാവിലെ കാലം നമ്മെ നിറയ്ക്കുവാൻ, ദൂതന്മാർ ആരാധിക്കുന്ന ദൈവത്തെ ഇന്ന് രാവിലെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാവിലെ ദൈവം നമ്മെ നിറയ്ക്കുവാൻ, ഉന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാവിലെ ദൈവം നമ്മെ നിറയ്ക്കുവാൻ, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അനുഭവിച്ച ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവകൃപയും ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും ദൈവത്തിന്റെ വചനത്താലും ജയമെടുക്കണമേ. യേശുവിന്റെ രക്തത്താലും ദൈവത്തിന്റെ വചനത്താലും ഇന്ന് പകൽക്കാലം ജയമെടുക്കണമേ. യേശുവിന്റെ രക്തത്താലും ദൈവത്തിന്റെ വചനത്താലും ഇന്ന് പകൽക്കാലം ജയമെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ, സകല മഹത്വത്തിനും യോഗ്യനേ, ഇന്ന് പകൽക്കാലം നന്ദിയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തി ഇന്ന് പകൽക്കാലം, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ മാത്രമല്ല, ശബ്ദമുയർത്തി എല്ലാവരും അല്പനിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ, ദൈവകൃപയിൽ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ പൊതിയുവാൻ, ആരാധനായ ദൈവം, ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ നടുവിലുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൂതന്മാർ ആരാധിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. അല്പനിമിഷം പ്രൈസ് ദി ലോർഡ് തങ്ങളെ തന്നെ സമർപ്പിച്ചാണ് ദൈവം മുൻപാകെ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ദൈവം മുൻപാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ദൈവം മുൻപാകെ നമ്മുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ
ഇന്ന് പകൽക്കാലം നമുക്കൊരു സൗഖ്യം ആവശ്യമാണെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദേശത്തിനൊരു സൗഖ്യം ആവശ്യമാണെങ്കിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളട്ടെ. ഹല്ലേലൂയ. മോശ കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഒന്ന് പകരുവാൻ, മോശ അനുഭവിച്ച ദൈവത്തിന്റെ സാന്നിധ്യം, പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി ദൈവത്തിന്റെ സാന്നിധ്യം മോശ കണ്ടു എങ്കിൽ ആ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഒന്ന് പകരുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു, ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു കർത്താവേ. സകല മഹത്വവും ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. അങ്ങാണ് മഹത്വത്തിന് യോഗ്യൻ, അങ്ങാണ് ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങാണ് സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. അങ്ങ് മാത്രമാണ് കർത്താവേ സകല ആരാധനയ്ക്ക് യോഗ്യൻ. എല്ലാവരും പ്രാർത്ഥിച്ചാണ്ട് ശബ്ദം ഉയർത്തി 40 നിമിഷം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാണ്ട് ശബ്ദങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു ചിന്തകളൊക്കെ ചിന്തകളൊക്കെ മാറ്റിവെച്ച്, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ അതിന് നമുക്ക് 40 നിമിഷം കൂടെ കഴിഞ്ഞിട്ട്, ഈ ആരാധന കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുവാനാണ് അടുത്തു വന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം കരേറ്റുവാനാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. ദൈവത്തെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവകൃപ അനുഭവിപ്പാനാണ് ഇന്ന് രാവിലെ നാം അടുത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകൃപ അനുഭവിപ്പാൻ വേണ്ടി ഒരു നിമിഷം ആ ക്രൂശിങ്കലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ കാൽവരി ക്രൂശിങ്കലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. ഹല്ലേലൂയ. ഗെത്സമനി മുതൽ കാൽവരി വരെയും എന്റെ പ്രാണപ്രിയനേറ്റ കഷ്ടതകളെ എടുക്കുവാൻ വയ്യാത്ത വലിയ മരക്കുരിശിൻ ചുമന്നുകൊണ്ട് കാൽവരിയുടെ ഗിരിമുകളേറിയ എന്റെ നാഥനെ, റോമൻ പടയാളികളുടെ ചാട്ടമാർ അടികൊണ്ട് പുറപ്പെടുവച്ചാലുകൾ പോലെ കീറിയ എന്റെ അരുമനാഥനെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എഴുന്നേറ്റും ആ കാൽവരിയുടെ ഗിരിമുകളേറുന്ന എന്റെ അരുമനാഥനെ ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാമോ? കണ്ടാലാളല്ല എന്ന് തോന്നുമാർ അവന്റെ രൂപം വികൃതമായി. ഹല്ലേലൂയ. കണ്ടാലാളല്ല എന്ന് തോന്നുമാർ അവന്റെ രൂപം വികൃതമായി. എന്നാൽ യോഹന്നാൻ പത്മോസിൽ വെച്ച് കാണുമ്പോൾ അവൻ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ രൂപം കാണുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ആ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ രൂപം ഒന്ന് കാണുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം, എന്നോട് നിങ്ങളോട് ഇടപെടുന്ന ദൈവം, എന്നെയും നിങ്ങളെയും അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. 40 നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാണ് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരട്ടെ. ദൈവസന്നിധി നമ്മുടെ ഹൃദയം ഒന്ന് പകരട്ടെ. ദൈവത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളാക്കി, ദൈവശബ്ദം കേൾക്കുന്ന നിമിഷങ്ങളാക്കി, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദി കർത്താവേ. തിരുമുൻപാകെ ഞങ്ങൾ അടുത്തു വരികയാണ്. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. തിരുമുൻപാകെ ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവേ. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായുള്ളവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിനായി നന്ദി. ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ കാല ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വന്ന് തിരുമുഖം അന്വേഷിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. എന്മനുമേ യഹോവയെ വാഴ്ത്തേണ്ട സർവന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനുമേ യഹോവയെ വാഴ്ത്തേണ്ട ഉപകാരമൊന്നും മറക്കാതെ വേണം.
അങ്ങ് ചെയ്ത സകല നന്മയ്ക്ക് ഉപകാരങ്ങൾക്കും ഇന്ന് രാവിലെ കാലം നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് രാവിലെ കാലത്തെ വിശുദ്ധ ആരാധന ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധന ദൈവം അനുഗ്രഹിക്കണമേ. നല്ല സങ്കീർത്തന ദൈവം ഞങ്ങൾക്ക് തരണമേ. നല്ല ആരാധന ദൈവം ഞങ്ങൾക്ക് തരണമേ. നല്ല വചന ശുശ്രൂഷ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, തിരുമേശം ഞങ്ങളുടെ നടുവിലുണ്ട്. അതിൽ ഞങ്ങൾ ഭാഗവാക്കുകളാകുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് നടക്കുന്ന മെഡിക്കേഷനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ എന്ത് ശുശ്രൂഷകൾ ചെയ്താലും തിരുനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. കടന്നു വരുവാനുള്ള ഒരു തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇന്ന് പകൽക്കാലം കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം, സഭയുടെ നടുവിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് ഞങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ തന്നെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ നല്ല പിതാവേ. നമുക്കെല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് 91-ാം സങ്കീർത്തനം Psalms 91 നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. അവസാനത്തെ 15-16 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. Psalms 91. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അപ്പൊ 14-ാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? Verse 14. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഞാൻ തുടർന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം അവനോട് പറ്റിയിരിക്കുന്ന, അവനോട് ചേർന്നിരിക്കുന്ന, തന്റെ ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Study
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എത്ര നല്ല നാഥനാവനായ ഹല്ലേലൂയ. ഒരു മതിയായവനായ നമ്മുടെ ദൈവത്തെ കർത്താവ് ഇന്ന് പകൽക്കാലം പാടി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു എനിക്ക് എത്ര നല്ലവനാ. ഹല്ലേലൂയ. ക്ലേശം നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ, ഭാരങ്ങൾ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ, പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ എക്കാലത്തും എനിക്ക് ആശ്രയം വയ്ക്കുവാൻ ഒരു നല്ല നാഥനുണ്ടെങ്കിൽ അത് ഹല്ലേലൂയ അങ്ങ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പറയാമോ? അപ്പച്ചാ, ഞാൻ നിങ്ങൾ ചാരുന്നു നാഥനെ, എൻ്റെ ആശ്രയം അങ്ങ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നല്ലവനാണ് അപ്പച്ചാ, അങ്ങ് മതിയായവനാണ്. ഹല്ലേലൂയ. ആശ്രയിപ്പാനായി ഹല്ലേലൂയ നമുക്ക് ഈ ജീവിതത്തിൽ, ഈ ലോകത്തെ ഹല്ലേലൂയ ഒരു നാഥനേ ഉള്ളൂ. അത് അങ്ങ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ.
കഴിഞ്ഞ നാളുകളിൽ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ അനേക രേഖകൾ എഴുതിയിട്ടുണ്ട്. മുമ്പോട്ട് പോകത്തില്ല, ജീവിപ്പിക്കത്തില്ല, നന്മകൾ പ്രാപിക്കത്തില്ല. പ്രിയ ദൈവജനമേ, ഇത്രത്തോളം ദൈവം നിങ്ങളെ നടത്തിയിട്ടില്ലേ? ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന്റെ ശബ്ദം ഉയർത്തി നമുക്ക് ദൈവത്തിനെ ഒന്ന് ആരാധിക്കാമോ? യേശു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? Can we lift up our voice and worship the Lord this morning? When people said that you are not going to prosper, when people said this is your end, God rewrote the history of your life. ഇത്രത്തോളം നിലനിർത്തിയ ദൈവം, ഇത്രത്തോളം ആരോഗ്യവും ബലം തന്ന് നിർത്തിയ ദൈവം, Thank you, Jesus. യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ, യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിനെ ആരാധിക്കാം. മൗനമായി ഇരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ശബ്ദമുയർത്തി അന്യഭാഷയിൽ ദൈവത്തിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടിയുള്ള പകൽക്കാലമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടിയുള്ള പകൽക്കാലമാണ്. Thank you, Lord. Shall
നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമുക്ക് ആരാധനയ്ക്ക് ഒരു ഭാഗമായിട്ട് നമ്മൾ കാണിക്ക കൊടുക്കുന്ന Hallelujah. It is the time to give our offering to the Lord. Hallelujah. Can we lift up our hands towards the Lord with the offering? Please be seated. Hallelujah. Praise the Lord. Hallelujah. I want to welcome each one of you here this morning. And
We have a few guests. I don't know their names, but we want to welcome you all in the name of our Lord and Savior Jesus Christ. We thank you for coming and being a part of this service. And we believe that God is going to bless you before you go. And we also want to welcome Caleb. He's here for the first time. I hope you enjoy the service before you go. Amen. Praise the Lord. Praise the Lord. Amen. Okay, we also have Sharon and Legend had a baby this morning. So we want to thank God for that. She is doing well, I presume. They both are, Legend was very happy. He didn't sleep last night. And he didn't let me sleep either. Praise the Lord. Hallelujah. We want to welcome those who are watching us live stream. We want to welcome you in the name of the Lord. We want to thank you for being a part of this worship this morning. I also want to thank each one of you for praying for me and my wife as we travel to India to be with my father-in-law. And we want to thank you for all your prayers. And the reason we are here still joyful is because of all your prayers. He is recovering at home. He's doing well. And I believe that God will take him back at his appointed time. Amen. We thank you for I would really sincerely thank you for your prayers. So this morning, I would like you to turn with me to 2 Samuel chapter 8 and verse 1. 2 Samuel chapter 8 verse 1. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി മുഗൾ സ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബിനെയും തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് ആവുന്നു. കൊല്ലുവാൻ 2 ചരടും ജീവനോടെ രക്ഷിപ്പാൻ 1 ചരടുമായി അവൻ ആളുന്നു. ഒന്നാമത്തെ വാക്യം. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി. അനന്തരം ദാവീദ് ഫിലിസ്ത്യരെ പിടിച്ചടക്കി. In English it says, and after this. This morning my message is based on after this. As a part of that message, I would like you to turn with me to John chapter 11 verse 43 and 44. This is going to be a series of messages that I have prepared, and most probably in the next 2 weeks I will be preaching this message. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. Amen. And when he had said this, Jesus called out in a loud voice, Lazarus, come out. And the dead man came out. His hands and feet were wrapped with strips of linen and a cloth around his face. And Jesus said to them, take off the grave clothes and let him go. Life is full of transitions. One season ends, another begins. In John 11, the raising of Lazarus teaches us that God always has something prepared for us beyond our current situation. And the phrase after this signals that God has a new thing in store, often beyond what we can comprehend. There are things in your life, things in my life that we are going through right now. In the natural, when we transition from summer into fall, there's a lot of changes in the weather. We have tornadoes, we have rain, we have storm, we have so many things.
But what happens after that is what we are looking at. Number one, when God takes you from to a transition, the waiting season before the after is very important. In John chapter 11 verse 6, we read like this. And when he had heard, therefore, that he was sick, he abode 2 days, still in the same place where he was. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. It is very interesting that Jesus was very close to Mary, Martha, and Lazarus. Every time he went to Bethany, he made sure he stayed in their house, he ate in their house, he fellowshiped in their house, and Mary, Martha, and Lazarus were one of the prime supporters of his ministry. And just when you thought that when Lazarus was sick, he would come, leave everything and come. But that is not Jesus. If we read here, before Lazarus was raised, there was a period of waiting. Jesus waited for 2 days before he went to Bethany. My dear brothers and sisters, even as you are going through a transition, even as I go through transitions in my life, let me tell you one thing. There is a waiting period that we have to go through because God is changing something in you so that he can bless you with something in the future. Amen. Amen. So this transition is very important. One, in the transition or the waiting period, we must focus on the promises that God has already fulfilled in the past. And you need to thank God for the promises that he's going to fulfill in the future. In between these two times, doubt will come. Faith will be lost. But that is what we need to take care of in this waiting period. Faith must increase, doubt must go. And when faith increases, that is the way the faith increases, is to look at the past and say, Lord, we thank you that you have brought me through all this, and I thank you that I am going to receive the blessing of God because you are always faithful. Waiting season is very important. Waiting on God can be difficult. It is in this season that our faith is tested, it is refined and strengthened. Waiting season is trusting in God's timing. Praise the Lord. It's not your timing, it's not my timing, it's nobody's timing, but it is God's timing. That's why in Isaiah 40 verse 31 says, those who wait on the Lord shall renew their strength. They shall mount up with wings like eagle. They shall run and not be weary. They shall walk and not faint. When you wait on the Lord, when you depend on the Lord, when you look to the Lord, when you build your faith in the Lord, in that waiting period, let me tell you, that is the time that is very important because as the eagle waits for new feathers to grow in its body, let me tell you, that time is a time because it is good for its future. Because when its feathers are depleted, when it's all out of shape, all out of gone, its beaks are bent and it cannot catch a kill, and it cannot eat. What the eagle does is go on a mountain top, on a rock, sit down there under the open sky, being vulnerable to many things. But in that waiting period, it plucks out its feathers, it breaks its beak, and waits for the new things to grow. That is what God is waiting on God means. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരു കഴുകൻ ഒരു പാറപ്പുറത്തിരിക്കുമ്പോൾ
അതിന്റെ തൂവലെല്ലാം പറിച്ച് അതിന്റെ ചുണ്ടെല്ലാം അടിച്ച് പൊട്ടിച്ച് മാറ്റി പുതിയ ഒരു ചുണ്ടും പുതിയ ചിറകിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പുതിയ തൂവലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, അങ്ങനെ ആയിരിക്കും എങ്ങന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. എന്താണെന്നറിയാമോ? നമ്മൾക്ക് മുമ്പിൽ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കണം. Waiting on God is one of the hardest things. In this world of instant gratification, the concept of waiting is unnatural. Very unnatural. But the Bible teaches us that God uses the waiting seasons to accomplish His purpose in us, to prepare us for what He has in store. Waiting is not a waste. It's a part of the process. When you go through this waiting process, this is what I want you to do. The first thing that you need to do is, God, what do you want me to learn in this waiting process? ഞാൻ ഇത് കടന്നു പോകുമ്പോൾ എന്നെ എന്തുവാ നീ പഠിപ്പിക്കുന്നത്, അത് പഠിക്കുവാൻ നീ എന്നെ സഹായിക്കണം. A lot of things that we go through, but God is saying, when you go through this, the waiting period, the process, it's for my glory, that I'm going to use you in the future. In our church, when Princey was diagnosed with cancer, she had a prophetic word. Pastor Jacob had a prophetic word that God is going to use them. Very soon we heard Pastor Jacob Matthew's wife was diagnosed with cancer. But the same day, that at least when I heard, God called him up in front and said, hey, listen, you have a ministry that God is going to use you. Both of them are going through the waiting period. When God is going to use you, there are some things He wants to do in your life, that He's going to shape you, He's going to mold you, that He's going to change you, so that He can pour Himself into you, because you have a ministry in the front where you are going to run. ദൈവസന്നിധിയിൽ നമ്മൾ ഓടുമ്പോൾ ദൈവം നമ്മളെ മാറ്റിവെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സന്നിധിയിലിരുന്ന് കാത്തിരിക്കുക, ഞാൻ നിന്റെ ഈ മൺപാത്രത്തെ, ഈ മൺകൂടാരത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി ഞാൻ ഇനി അടുത്ത ഓട്ടത്തിലേക്ക് വേണ്ടി നിനക്ക് നിറച്ച് ഹല്ലേലൂയ ഓടേണ്ടിയ ആ മൺപാത്രം വീണ്ടും രൂപാന്തരപ്പെടുത്തി നിന്നെ പറഞ്ഞയക്കുവാനേ ഒക്കത്തുള്ളൂ. ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിനക്ക് ഓടുവാനൊക്കത്തില്ല. ആ മൺപാത്രം പൊട്ടിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ, എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ഈ ട്രാൻസിഷന്റെ സമയത്ത്, ഒരു മാറ്റത്തിന്റെ സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ കോപത്തോടെ ഇരിക്കുവാനല്ല, ദൈവത്തിനോട് ഹല്ലേലൂയ ഡൗട്ട് കൊണ്ടിരിക്കുവാനല്ല, പക്ഷെ ദൈവസന്നിധിയിൽ ദൈവത്തിനോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമേ, ഈ സന്നിധിയിൽ ഈ സമയത്ത് ഞാൻ എന്തുവാ പഠിക്കേണ്ടത്, അത് പഠിച്ചെടുക്കുവാൻ നീ എന്നെ സഹായിക്കണം. The purpose of the waiting season. Psalm 27 verse 14 says like this, wait for the Lord, be strong, take heart and wait for the Lord. God often uses waiting to develop something within us. In the waiting season, God is shaping our character, teaching us patience, and helping us to grow in trust. Often God does more in our hearts during the waiting than He does in the actual outcome we are waiting for. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതി ഞാൻ തരാം. God promised Abraham, I will give you an offspring. And Abraham had to wait for 25 years for the son to be, the promise of a son to be fulfilled. During that time,
God was not only preparing Abraham for the promise, but he was also preparing Abraham to be a father of the nations. ഒരു മകന് വേണ്ടി മാത്രമല്ല എബ്രഹാമിനെ ഒരുക്കിയത്. ദേശത്തിന്റെ ഹല്ലേലൂയ ജാതികൾക്ക് ഹല്ലേലൂയ ഒരു അനുഗ്രഹമാക്കിയാണ് ദൈവം അബ്രഹാമിനെ ഒരുക്കിക്കൊണ്ടിരുന്നത്. 25 വർഷം പ്രിയ ദൈവജനമേ ദൈവം അബ്രഹാമിനെ ഒരുക്കി. 30 വർഷം യേശുവിനെ ഒരുക്കി. എന്നെയും നിങ്ങളെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം ഹല്ലേലൂയ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനാണ്. God is preparing you and me to do a ministry. It may be taking a long process, but let me tell you, in the coming days, God, if you have been faithful in that waiting process, God is going to take you and use you in a mighty way so that the name of Christ will be glorified, and through you, His ministry will be revealed. Ask God what He is teaching you during the waiting season, rather than focusing on the end result and what is going to happen. What God is trying to say is, focus of what God is doing within you. ഈ കാത്തിരിക്കുന്ന സമയത്തിന്റെ അന്ത്യം നോക്കിയിരിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത്, ദൈവമേ എൻ്റെ ഉള്ളിൽ നീ എന്തൊക്കെ രൂപാന്തരം ചെയ്തെടുക്കുന്നോ അതും എന്റെ ജീവിതത്തിൽ അതൊന്ന് വെളിപ്പെടുത്തണമേ. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ദൈവം hallelujah we will be able to know what God is doing within us, so that we will be able to go forward in the presence of God. The reason why many pastors are falling apart these days is because they have not been through the waiting period. There has to be a waiting period. And when the waiting period comes, we will see that God is doing a work within us. There are many challenges in the waiting period. ഈ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ അനേക challenges ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. Proverbs 13:12 says, a hope deferred makes the heart sick, but a longing fulfilled is a tree of life. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. Waiting can be hard because it feels like inactivity. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഓർക്കും, ദൈവമേ കഴിഞ്ഞ നാളുകൾ നീ ഇത് ചെയ്തു, അത് ചെയ്തു, അങ്ങനെ ചെയ്തു, ആ ശുശ്രൂഷ ചെയ്തു, ഈ ശുശ്രൂഷ ചെയ്തു, ഇപ്പം ആ ശുശ്രൂഷ ഒന്നുമില്ല, ഇപ്പം എന്ത് ചെയ്തു? But God is saying, wait, because I have greater things to do through you. We pray, we hope, and yet nothing seems to change. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നു, പക്ഷേ ഒറ്റ മാറ്റവും കാണുന്നില്ല. പ്രിയ ദൈവജനമേ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. God is doing a work. Let me tell you, this will lead to frustration, this will lead to doubt, and this will lead to even discouragement. But delays, God's delays are not His denials. The challenge is to keep trusting the Lord and the goodness of God, even when waiting seems endless. Amen. Pastor Jose Papajan, ഈ 91-ാമത്തെ സങ്കീർത്തനം 14-ാമത്തെ വാക്യം 2 പ്രാവശ്യം വായിച്ചു. അത് വെറുതെ അല്ല കേട്ടോ, അത് പാസ്റ്ററിനുള്ള ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. Praise the Lord. The story of Joseph is a prime example of waiting. He waited years in slavery before his dream was ever fulfilled. അടിമത്വത്തിൽ നിന്ന് അനേക വർഷം യോസേപ്പ് ഒരു അടിമയായിരുന്നു. He was a slave.
He was not sitting as a clerk in some place. He was a slave. ദൈവം അവനെ അവൻ്റെ ഭവനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി അടിമയാക്കി മാറ്റിയപ്പോൾ യോസേപ്പ് ഒരു കാര്യം മറന്നുപോയിട്ടില്ലായിരുന്നു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ ഏത് വഴിയിൽ കൂടെ പോയാലും ആ വിശ്വസ്തനായ ദൈവം എന്നെ മറക്കത്തില്ല. അടിമത്വത്തായാൽ, even if I am in slavery, my God will still be with me. And that faithfulness we see in Joseph, that when he came out of that slavery and he was put into a place of authority, it was only one night. ഒരു രാത്രി മാത്രമേ ഉള്ളായിരുന്നു ആ വ്യത്യാസം വരുവാൻ. പ്രിയ ദൈവജനമേ, കാത്തിരിക്കുന്നത് വളരെ നീണ്ട ഒരു അനുഭവമാണെങ്കിലും ഒരു രാത്രിക്കുള്ളിൽ ദൈവം നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. One night is enough for God to change your circumstances. What God is able to do is that He can take all those waiting periods and we may say to the Lord, Lord, the locusts have eaten those periods. I have lost everything during that period. But God says, I will restore the waiting time in the days to come, because this is very essential. What to do while you wait? നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? കൈമടക്കിയിരിക്കുവാന്നോ? അല്ല. Lamentations chapter 3 verse 25 and 26 says, the Lord is good to those who wait for Him, to the soul who seeks Him. It is good that one should wait quietly for the salvation of the Lord. ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ സ്വയം പ്രയാസം അല്ലെങ്കിൽ if we do things in our own capacity, let me tell you, it will not succeed. There was a young boy. He was walking in his garden and he found a butterfly struggling to come out of the cocoon. And what he did was to help the butterfly, he went inside and got a pair of scissors and cut it. The butterfly flew for some time and it died. You know why? That process of coming out of the cocoon and flapping the wings and the struggle, it makes the wings and the muscles grow stronger so that it can fly higher and go wherever it wants to go. The way we look for shortcuts is because we do not want to go through all those things. We want it to be straight away. Go into places where we have never been. Go do things that we have never done. Let me tell you, that will be short-lived. That will be short-lived. ദൈവം വിളിക്കുന്നത് ഹല്ലേലൂയ നമ്മളെ കടത്തിവിടുന്ന ചില രംഗങ്ങളുണ്ട്. ആ രംഗത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ചിറകുകൾ ഹല്ലേലൂയ ഒന്ന് ബലം പ്രാപിക്കുവാൻ, നമ്മൾ കഴിവിൻ്റെ കൂട്ട് മേളിലോട്ട് പറക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ കോഴിയുടെ കൂട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഓടി നടക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കഴുകൻ്റെ കൂട്ട് പറക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കോഴിയുടെ അനുഭവം മാറി നമുക്ക് കഴുകൻ്റെ അനുഭവത്തിലേക്ക് വേണ്ടി ദൈവം കടത്തിവിടുമ്പോൾ അത് നമ്മൾ ഹല്ലേലൂയ നമ്മളത് മാറ്റി വെക്കുവാനല്ല, പക്ഷെ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. Praise the Lord. Bible encourages us to seek God, pray and stay faithful while we wait. While we wait, instead of worrying or growing impatient, use your waiting time, use that period of waiting season to pursue God more passionately. ദൈവസന്നിധിയിലിരുന്ന് നമ്മൾക്ക് ഈ സീസണിൽ കൂടെ കടന്നു പോകുമ്പോൾ മുട്ടുമേലിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുക, ലഭിക്കേണ്ടത് ലഭിക്കുക. ഓട്ടത്തോട് ഹല്ലേലൂയ ഓടുമ്പോൾ നമുക്ക് സമയമില്ലായിരിക്കാം, പക്ഷെ ഇപ്പോൾ ഹല്ലേലൂയ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അത് ശേഖരിച്ച് നമ്മൾ ഓടേണ്ട ആവശ്യമുണ്ട്. Read the word, pray, worship, serve in whatever capacity God has called you to serve. കാത്തിരിക്കുന്നത് വെറുതെ ഇരിക്കുവാനല്ല, അവളെ പാടുക, പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞയക്കുമ്പോൾ ഹല്ലേലൂയ ഇത് ഹല്ലേലൂയ ബലം പ്രാപിച്ച് പറഞ്ഞയക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Isaiah 40 verse 31 says, those who wait on the Lord shall renew their strength. They shall mount up with wings like eagle, and they shall run and not be weary. They shall walk and not faint. There is strength in waiting on the Lord. There is strength in waiting on the Lord. There is strength in waiting on the Lord. ദൈവം നമ്മളെ വെറുതെ ഇരിപ്പിക്കത്തില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം വരുമ്പോൾ, പ്രിയ ദൈവജനമേ, നമ്മൾ തീയുടെ ഒരു ശുശ്രൂഷയ്ക്കാണ് ദൈവം നമ്മളെ കടത്തിവിടുന്നാൻ പോകുന്നത്. When we wait on the Lord, God is going to fill us with the fire of God. God is going to fill us with the power of God. God is going to fill us with the anointing of God. And when we go forward, let me tell you, there will be great breakthroughs. An eagle, when the storm is flying, when the storm is going through, you don't see the eagle flapping his wings, very quickly. It uses its wings and it will fly over. It's not panicking. It's not stressful. It just uses the wind to go glide over everything and go everywhere. Whereas all the other animals, all the birds are all frustrated, all about, all the small birds are flapping their wings, trying to keep awake, keep around, keep away from going into destruction. But the eagle will use its wing to fly over all these things so that it is going to be one of the birds that is going to be successful in the coming days, because it waited on the Lord. It waited on the Lord. It waited on the Lord. Let me tell you, when you wait on the Lord in the coming days, when there is going to be a storm in your life, you will not be worried because you waited on the Lord. There is power within you. There is anointing within you. The fire is within you. You will soar above the storm and you will go forward because the power of God is within you. Praise the Lord. Hallelujah. Trust that God is renewing each one of us, even when you feel weary in waiting. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ തളരാതെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുക, ദൈവത്തിനെ ധ്യാനിക്കുക, ദൈവത്തിനെ പഠിക്കുക, ദൈവത്തിനെ ആരാധിക്കുക. ഇതാ ഏറ്റവും മുഖ്യമുള്ള കാര്യം. പിശാച് അനേക ചിന്തകൾ കൊണ്ടുവരും. ഹല്ലേലൂയ, നിന്റെ ശുശ്രൂഷ തീർന്നു, നിന്റെ ജീവിതം തീർന്നു, ഇവിടാണ് നിന്റെ അവസാനം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവെന്ന് വിളിച്ചു പറയുന്നത്, ഞാൻ എഴുതിയ രംഗങ്ങൾ അല്ല പിശാചിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, for I know the plan I have for you, plans to prosper you, plans to give you a hope and a future, plans not to destroy you. His grace is sufficient to carry you through. ദൈവകൃപ നമുക്ക് മതി. ഈ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, നമുക്കൊരു കാര്യം മതി, ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ. Sometimes the waiting season is where God strengthens our faith, matures us, and teaches us to rely on Him completely. നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പുരുഷത്വം പ്രാപിക്കുവാൻ
മെച്യൂരിറ്റി പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വെയിറ്റിംഗ് പീരീഡ് വൃഥാവാക്കല്ലേ. ദൈവസന്നിധിയിൽ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനെ ആരാധിച്ച് ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് മാറ്റേണ്ടതിനെ മാറ്റി ദൈവസന്നിധിയിൽ ദൈവശക്തി പ്രാപിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും വരും നാളുകളിൽ ദൈവം ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. ഒരു വിത്ത് നിലത്തിൽ എങ്ങനെ ഇടുമോ, ജസ്റ്റ് ആസ് യു സോ ദ സീഡ് ആൻഡ് ഇറ്റ് ഈസ് ബെറിഡ്. ചില നാളുകൾ അതിനകത്ത് ഭൂമിയുടെ അടിയിലായിരിക്കണം, പക്ഷെ ഒരു നാൾ തീർച്ചയായിട്ടും അതിന് മുള വരും. There is going to be a sprout. There has to be a waiting period. And the season കഴിയുമ്പോൾ there is going to be a sprout. And when that sprout comes, it will bring fruit. ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ലെങ്കിൽ പ്രിയ ദൈവജനമേ ഫലം കാണുവാനൊക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ആ വെയിറ്റിംഗ് പീരീഡ് കൂടി കടന്നു പോകുമ്പോൾ ഫലം കായ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചെത്തി വെടുപ്പാക്കി ഹല്ലേലൂയ നമ്മളുടെ ഇനി ഫലം കായ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പാട്ടും പ്രാർത്ഥനയും ദൈവത്തിനെ ജാഗരിച്ചിരിക്കുമ്പോൾ വരും നാളുകളിൽ ഇതിൻ്റെ ഫലം ഇനി കാണുവാൻ പോകുകയാണ്. അനേകര് ഹല്ലേലൂയ ഈ ഫലത്തിന് വേണ്ടി കൊതിച്ച് നോക്കിയിരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ഈ വെയിറ്റിംഗ് പീരീഡ് അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ നമ്മളെ ചിലത് ഏൽപ്പിക്കുവാനാണ്. ഹല്ലേലൂയ നമ്മൾ അവിടെ കടന്നു ചെന്ന് അവർക്ക് വിളമ്പിക്കൊടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിടുതൽ ഉണ്ടാകുമെന്ന് ഇന്ന് പൽക്കാലം ദൈവത്തിന് ആത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. God's timing is perfect. God's timing is perfect. God's timing is perfect. I want to tell the church this morning, നമ്മളുടെ വളർച്ചയ്ക്ക് ഇതൊരു വെയിറ്റിംഗ് പീരീഡാണ്. ദൈവം തീർച്ചയായിട്ടും ഒരു വളർച്ച കൊണ്ടുവരും. പക്ഷെ ഈ വളർച്ചയിൽ പ്രാർത്ഥിക്കുക, ജാഗരിക്കുക, ദൈവത്തിനെ ആരാധിക്കുക, ഇതൊന്നും കുറയാൻ പാടില്ല, മടുപ്പ് വരുവാൻ പാടില്ല. നമ്മൾ ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയ സഭയെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന ഇനി വരാൻ പോകുന്ന ചില ഫലങ്ങൾ ഹല്ലേലൂയ ആഗ്രഹിച്ച് ഈ സഭയ്ക്കകത്ത് വരുമ്പോൾ ദൈവം ഹല്ലേലൂയ അവരെ കൊണ്ടുവന്ന് ഈ ഫലം കഴിക്കുവാൻ ഹല്ലേലൂയ ഫലം കഴിക്കുവാൻ അവരാഗ്രഹിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ആണ് അത് ചെയ്യുന്നത്. When God is telling this church, wait, even as you wait, do not be frustrated, do not be disobedient, wait on the Lord, study, worship, be united together, because in the coming days God is going to expand. We will see a greater move of the Spirit of God, and what we will see is that God is going to bring people when there is fruit in the house. Let me close. He has not forgotten his promises. And വാഗ്ദത്തങ്ങൾ മറന്നു പോയിട്ടില്ല. In due time, he will make it come to pass. As we wait, let us grow in strength, in patience, in trusting, and knowing that he who has called you will remain faithful till the end. He will be faithful till the end. The only thing is we need to remain in his presence faithful. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ ദൈവം നമ്മൾ കൂടെ ഫലം കായ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കടന്നുപോയ അനേക രംഗങ്ങളുണ്ടായിരുന്നു. യു വെന്റ് ത്രൂ മെനി സീസൺസ്. ഈ വൃക്ഷം വേഗത്തിൽ പൂക്കൾ പുറപ്പെടുവിക്കും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലവറിംഗ് വെരി ഫാസ്റ്റ്. എന്താണെന്നറിയാമോ? ഈ പൂക്കൾ വന്നതിന് ശേഷം
വിത്തുകൾ വരും. വിത്തുകൾ വന്ന് ഇതിൻ്റെ ഈ ചൂട് കൂടുമ്പോൾ ഈ മരത്തിൻ്റെ ഒരു ചിന്ത, ഇതെൻ്റെ അവസാനമാണ്. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചില വിത്തുകൾക്ക് എനിക്ക് പുറപ്പെടുപ്പിക്കണം. I need to propagate. I need to produce more seeds because I do not know when the end is. So it will produce more flowers and it will produce more seeds. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ, ഈ തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ഇരിക്കുവാനല്ല, ദൈവസന്നിധിയിൽ ഫലം കായ്ക്കുവാൻ ദൈവം ഇന്ന് പാൽക്കാലം വിളിച്ചു പറയുകയാണ്. ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്ന ഈ രംഗത്തിൽ അനേകരോട് സുവിശേഷം പറയാൻ ഒക്കുമോ? പാട്ട് പാടുക, ആരാധിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുക, അത് മാത്രമല്ല അനേകരോട് ദൈവവചനം പറയാൻ ഒക്കുമോ? ഫലം കായ്ക്കണം. We have to bear fruit, bring forth seeds, because it's very important. ഭയപ്പെടുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്. God is saying, do not let the spirit of fear rule over you. Because the spirit of fear will not bring any fruit. It will not make you mature. Father, we thank you for your word this morning. Even as we heard, and after this, Lord, even as we wait in your presence, we do not know what the after this is, but we trust you, Lord. Even as we are in this waiting period, even as you are reshaping us, you are molding us, you are changing us, help us to be obedient in the potter's hand. കുശവന്റെ കയ്യിൽ ഞങ്ങൾ സമർപ്പിച്ച് നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാത്രമാക്കി മാനിക്കുന്ന പാത്രമാക്കി നീ മാറ്റുവാൻ നീ വിശ്വസ്തനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പൽക്കാലം തിരുക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. നിന്റെ നാമം നമ്മുടെ എൻ്റെ ഈ സഭയുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Sing a song.
We have a name that is above every name. അതിശയമായ നാമം. At the name of Jesus, every knee shall bow. Every tongue will confess that Jesus Christ is Lord. Today, every world leader that rejects Jesus, there's going to be a time when their knees will bow down at the name of Jesus. Because that name brings trembling. That name brings fear. That name brings healing. That name brings wholeness. That name brings deliverance. And that name is Jesus. The name above every name. There is no name greater than the name of Jesus. Every demon in hell trembles at the name of Jesus. Every sickness in your body will leave when you call on the name of Jesus. This morning, whatever your sickness is, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗം അനുഭവിക്കുന്നുണ്ടോ, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം ആ രോഗത്തെ സൗഖ്യമാക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമം ഒന്ന് ഉയർത്താമോ? യേശുവിന്റെ നാമം ഒന്ന് ഉയർത്താമോ? കിഡ്നിയുടെ രോഗം സൗഖ്യമാകും. വേറെ ഏത് പ്രശ്നമായാലും സൗഖ്യമാകും. യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം.
The name of Jesus. The name of Jesus. ഇന്ന് പകൽക്കാലം പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ മേൽ എവിടൊക്കെയാ രോഗത്തിന്റെ അനുഭവമുള്ളത് അവിടെ കരം വെച്ച് പ്രവർത്തിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. Jesus' name. Jesus' name. യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം ഉയർത്തുക. In the name of Jesus. Every sickness, every demonic attack, I command it to be broken right now. In the name of Jesus. Oh yes. Thank you, Lord. ഇന്ന് പകൽക്കാലം ചെയ്യുന്ന ഈ രോഗശാന്തി ശുശ്രൂഷയ്ക്കായി സ്തോത്രം. രോഗികൾ ഇന്ന് പകൽക്കാലം സൗഖ്യമാകുന്നതിനായി സ്തോത്രം. യെസ്, പിശാചി വെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും ഇന്ന് പകൽക്കാലം പൊട്ടി യേശുവിന്റെ നാമത്തിൽ അവർ സ്വാതന്ത്ര്യമായിട്ട് ഹല്ലേലൂയ കടന്നു പോകുവാൻ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗപിതാവേ, തന്ന ഈ സമയത്തിനായി സ്തോത്രം. നിന്റെ നാമം എല്ലാ നാമത്തിനെക്കാട്ടിൽ ശക്തിയായ നാമമായിരിക്കുന്നതിനായി സ്തോത്രം. Your name is powerful. ഈ ലോകത്തിൽ വേറെ ഒരു നാമവുമില്ല.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.